bless you for that. Hallelujah. Next week, Vinci will also say, Amen. People, if you will, kindly turn to 1 John, 3rd John. 3rd John. ദയവായി യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിലേക്ക് പോകാം. Very short chapter. ഏറ്റവും ചെറിയൊരു അധ്യായമാണ്. Many profound truths. അനേകം സത്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. Please, I hope you will go back and meditate on Isaiah 35 and see that our church is not fashioned according to any design or pattern which we have seen before. Many people have come into this church. They have expecting a rerun of what they have seen here and there. Such people have been disappointed. People, we are looking at the glory of God to be manifest in the church. Amen. This is the vision of one of the vision of the church. Please tell people we are not coming to see again and again every day the same thing again and again. No, it was different today. It will be different next Sunday. The Lord does what He wants in His church. ആമേൻ. 35 വാക്യം നിങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങൾ ധ്യാനിക്കണം. ഈ സഭയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സഭയിൽ പലരും പഴയ ഒരു ചർച്ചിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള നിലയിൽ ഈ സഭയെ കാണാനെ കൊണ്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ആവർത്തനങ്ങളുമല്ല. ദൈവം ഈ സഭയെ പറ്റി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്തോടുകൂടി പ്രത്യേക ദർശനത്തോടുകൂടി ഈ സഭയെ ദൈവം സ്ഥാപിച്ചതാണ്. അവിടെ ദൈവത്തിൻ്റെ ഹിതവും താല്പര്യവും പൂർണ്ണമായി നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. Sometimes worship, we may have a whole Sunday worship. ചിലപ്പോൾ ഒരു ഞായറാഴ്ച മൊത്തം ആരാധനയായിരിക്കും. That is his desire. He's like that. ആമേൻ. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും. If I tell him, Lord, stop, let me preach, that will be foolish on my part. ഞാൻ പറയുക കർത്താവേ ആരാധന നിർത്താൻ ഞാൻ പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടത്തരം കാണിക്കും. Sometimes we may sing only one song. We may straight away go into the word, and for 1.5-2 hours we may preaching the word. ചിലപ്പോൾ ഒറ്റ ഒരു പാട്ട് പാടി നമ്മൾ 1-2 മണിക്കൂർ വചനത്തിലേക്ക് പോയെന്നിരിക്കാം. The idea is he wants to communicate to his own. ഹല്ലേലൂയ. എൻ്റെ താല്പര്യം ഇതാണ്, തൻ്റെ ജനത്തോട് ഹല്ലേലൂയ പങ്കുവയ്ക്കുവാൻ, തൻ്റെ ഹൃദയം പകരുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കും. With a little time that we have, let's quickly go into 3rd John. നമുക്കുള്ള Purpose is to speak about a couple of good characteristics which I see in this great man called John. ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്ന 1-2 സ്വഭാവ ശ്രേഷ്ഠതകളെ എടുത്തു പറയാനാണ് ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നത്. I would like you to know why we teach character in the church. ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് നമ്മൾ നല്ല സ്വഭാവങ്ങളെ നല്ല മാതൃകളെ ഇവിടെ പഠിപ്പിക്കുന്നത്. I would like you to listen very carefully, especially children, all of us. കുഞ്ഞുങ്ങളും എല്ലാവരും ദയവായി ശ്രദ്ധിക്കണം. We are called primarily to partake of the divine nature. ഹല്ലേലൂയ. ഒന്നാമതായി സ്വർഗീയ സ്വഭാവത്തിന് പങ്കാളികളാകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. I have seen that 99% of the problem which believers have is because they continue to live in the Adamic nature. 99% വിശ്വാസികളുടെ പ്രശ്നം അവർ ആദാമ്യ സ്വഭാവത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ്. Time and again God has told us who we are in Christ Jesus. വീണ്ടും വീണ്ടും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന കാര്യം ഇതാണ്, നമ്മൾ ക്രിസ്തുയേശുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവ്. One of the burdens which Pastor Philip has is he keeps on telling me, if only the people knew who they were in Christ Jesus. കർത്താവദാസൻ പാസ്റ്റർ ഹെഫ്ലിൻ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഇതാ, ദൈവജനം തങ്ങൾ ആരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. We are sons. നമ്മൾ അത്യുന്നതന്റെ We are not പുത്രന്മാർ. servants. നമ്മൾ ഹല്ലേലൂയ ദാസന്മാരല്ല. We are righteous in Christ Jesus. ക്രിസ്തുയേശുവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. If we believe, we must know this authority which we have. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ അധികാരം നമ്മൾ തിരിച്ചറിയണം. When we start believing it and declaring it, I tell you, God begins to empower us according to His Son. നമ്മളത് വിശ്വസിച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ തന്റെ പുത്രനെ പോലെ ദൈവം നമ്മളെ ശക്തീകരിക്കും. The last season, God has been telling us, speak the truth in love, speak the truth in love, and speak the truth in love. I'm glad many of you took it seriously. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം സംസാരിച്ച സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. എനിക്ക് വളരെ സന്തോഷം, നിങ്ങൾ പലരും സ്വീകരിച്ച് ഏറ്റുപറയുന്നു. And when you meditate on good things, നിങ്ങൾ നല്ല കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, as the great apostle tells us in the book of Philippians chapter 4, he says, finally my brethren, meditate on these things. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ 4-ാമത്തെ പറയുന്നത് പോലെ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ വയ്ക്കുക, ഇതിനെ ധ്യാനിക്കുക. Whatsoever is true, whatsoever is good, whatsoever is noble, whatsoever is righteous, if there is anything praiseworthy, that verse I want us to remember. ആ വാക്യം നിങ്ങൾ ഓർക്കണം. സത്യമായതൊക്കെയും നീതിയമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയും പുകഴ്ചയായതൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അവിടെ ഓർമ്മിപ്പിക്കണം. One of the things we must meditate on is the life of such powerfully anointed saints of God. ഹല്ലേലൂയ. നമ്മുടെ ജീവിത പ്രകാരം അഭിഷക്തന്മാരായ അവരുടെ ജീവിതത്തിലുള്ള നന്മകളെ, നല്ല സ്വഭാവങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. Did you know, I don't see anywhere in the Bible, in the letters, Apostle John, telling anything about the gifts of the Holy Ghost or how many people he brought under the power of God or how many churches he planted. He doesn't say any of these things. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ എവിടെയും
പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടനത്തെപ്പറ്റിയോ എത്ര പേരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു എന്നൊന്നും അദ്ദേഹം ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ That is കാണുന്നു. not the primary thing. അതല്ല ഏറ്റവും പ്രധാനമായ കാര്യം. The more important things are here, which you'll see in right now. അല്ലല്ല, ഏറ്റവും പ്രധാനമേറിയത് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. Turn to somebody next to you if you want to and say, first things first. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തൊരാളോട് തിരിഞ്ഞ് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒന്നാമത്തെ കാര്യം ഒന്നാമത്. First things first. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഒന്നാമത്തേത് ഒന്നാമത്. ആമേൻ. And the first thing is not gifts of the Holy Ghost. ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളല്ല. It is not what we can do in Christ. No. ക്രിസ്തുവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വൻ കാര്യങ്ങളല്ല. The important thing is that we meditate on the Savior of our life. Our bridegroom is about to come. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മുടെ കാന്തനെ നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ കാന്തൻ വരാറായി. We can see a part of his character in this book. ഹല്ലേലൂയ. നമ്മുടെ കാന്തന്റെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Number 1, verse 1. ഒന്നാമത്തെ 1 വാക്യം. John 3:1. The elder unto the well-beloved Gaius, whom I love in the truth. മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. The first thing that you see about the great apostle John, loving in the truth. ഹല്ലേലൂയ. ഒന്നാമത് അപ്പോസ്തലനായ യോഹന്നാൻ നമ്മൾ കാണുന്നത് സത്യത്തിൽ സ്നേഹിക്കുക. What do you mean by loving in the truth? എന്താണ് സത്യത്തിൽ സ്നേഹിക്കുക എന്ന് Let me പറയുന്നത്? quickly show you there in that verse if you correctly look into it. അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. He's saying I am loving a well-beloved Gaius. ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുകയാണ്. He is already loved. അദ്ദേഹം സ്നേഹിക്കപ്പെടുന്നുണ്ട്. To a loud person, John is again saying, to the well-beloved Gaius, who I love in the truth. ഹല്ലേലൂയ. താൻ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും അപ്പോസ്തലൻ എഴുതുകയാണ്, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന നിനക്ക് എഴുതുകയാണ്. Church, we will disperse in 15-20 minutes. I promise you that. ഹല്ലേലൂയ. 15 മിനിറ്റിൽ നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കും. But I want you to go back with something today. എന്നാൽ നിങ്ങൾ ചിലത് പ്രാപിച്ചുകൊണ്ട് പോകണം. Here is something the great apostle is talking. അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്. He is writing to a church that is well-beloved. വളരെ സ്നേഹിക്കപ്പെടുന്ന ഒരു സഭയ്ക്ക് എഴുതുകയാണ്. That is already loved by the Lord Jesus Christ. യേശു ധാരാളമായി And സ്നേഹിക്കുന്ന this സഭയാണ്. morning when you were worshiping, I was really excited. Lord, what a vibrant, wonderful church. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങളുടെ ആരാധന ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എത്ര നല്ല ജനം, നിന്റെ സഭ എത്ര ശ്രേഷ്ഠമാണ്. All your testimonies were really powerful and good. God bless you. ആമേൻ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അത്ഭുതപരമായിരുന്നു, ശക്തി ഉള്ളതായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. And it's a privilege to love you. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് ലഭിച്ച പദവിക്കായി It's a സ്തോത്രം. privilege to be loved by you. നിങ്ങൾ ആ സ്നേഹിക്കപ്പെടുന്ന ഒരു പദവിയാണ്. So you see, John is loving a group of people who are already loved by the Lord. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു കൂട്ടത്തിന് വേണ്ടി അപ്പോസ്തലൻ എഴുതുകയാണ്. What is a message for us? എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സന്ദേശം? Number 1, ഒന്നാമത് the love on the cross, ക്രൂശിലെ സ്നേഹം, which you have received and I have received, നിങ്ങളും ഞാനും സ്വീകരിച്ചത് will continue all the days of our life. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളിൽ തുടരും. The Lord shows his love to us in different situations of life. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തന്റെ സ്നേഹം നമ്മളെ ദൈവം വെളിപ്പെടുത്തും. Do you know God allows you to go through problems because he loves you? ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രശ്നം കൂടി പോകാൻ ദൈവം അനുവദിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? Somebody was telling me the other day, ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, what is the point in getting baptized? സ്നാനപ്പെടുന്നതിന്റെ പ്രത്യേകത എന്താണ്? Even after getting baptized, you have problems. സ്നാനപ്പെട്ട് കഴിഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ. Who taught you that theology? ആരാണ് ഈ ശാസ്ത്രം നിങ്ങളെ പഠിപ്പിച്ചത്? You know what? Ever since I got baptized, I had more problems than when I was before baptized. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ അധികം പ്രശ്നങ്ങൾ എനിക്ക് സ്നാനപ്പെട്ട ശേഷം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. Because somebody is now very angry with me. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്നോട് എതിർപ്പുണ്ട്. My flesh is very angry with me. എന്റെ ജഡത്തിന് എന്നോട് എതിർപ്പുണ്ട്. Because my flesh cannot do everything that he wants to do. He was doing earlier. ഇപ്പോൾ എന്റെ ജഡം നേരത്തെ ചെയ്തുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ My flesh പറ്റുന്നില്ല. is crucified. My old man is crucified on the cross. എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. Actually, he's be upset. ഇപ്പോൾ അവന് നിരാശയാണ്. And there's somebody who's already defeated on the cross. ഹല്ലേലൂയ. ക്രൂശിൽ ഒരു വ്യക്തി പരാജയപ്പെട്ടു. I should also know that he's defeated. ഞാനും മനസ്സിലാക്കണം അവൻ As തോറ്റവനാണ്. baby said, Satan is under our feet. ഹല്ലേലൂയ. കുഞ്ഞു പറഞ്ഞതുപോലെ പിശാചിന്റെ സ്ഥാനം നമ്മുടെ കാലിൽ. Till we understand that, we can have all kinds of trouble. അത് മനസ്സിലാക്കുന്നവരെ എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ടാകാം. And many of the 90% of our problems comes from ignorance of what God is doing for us and what we are. ഹല്ലേലൂയ. എന്നാൽ 90% പ്രശ്നങ്ങളും ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണെന്ന് തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. Once we begin to realize these things in the spirit, ആത്മാവിൽ ഈ കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞാൽ every problem, I tell you, is a secret token of how much he loves us. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ പ്രശ്നങ്ങളും തന്റെ സ്നേഹത്തിന്റെ ഓരോ രഹസ്യമായിട്ടുള്ള ടോക്കൺസ് ആയെന്ന് മനസ്സിലാക്കും. Many of you have a struggle in coming to church. നിങ്ങൾ പലർക്കും സഭയിൽ വരുന്നതിന് പ്രശ്നമുണ്ട്. I had a struggle in coming to church this morning. ഇന്ന് രാവിലെ സഭയിൽ വരുന്ന എനിക്ക് I പ്രയാസമുണ്ട്. slept at very late yesterday night. ഇന്നലെ രാത്രി വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. I had to come here by 8:15. I came at 8:45. രാവിലെ 8:15 വരണമായി 8:45 One sister was waiting here. ഒരു സഹോദരിയുടെ കാത്തു I could നിൽക്കുന്നുണ്ട്. have called any of them and said, please take over the service today. ആരെങ്കിലും വിളിച്ചിട്ട് ഇന്ന് സർവീസ് നടത്തണമെന്ന് I പറയാമായിരുന്നു. said, Lord, I am taking a step of faith. I'm coming here. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വാസപ്പെടുക്കാൻ ഞാൻ വരികയാണ്. And thank you for allowing every problem. എല്ലാ പ്രശ്നങ്ങളും അനുവദിച്ചതിനായി സ്തോത്രം. I hear these words these days. Greater glory will be shown in you in the days to come. ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്,
അധികം തേജസ് നിന്റെ മേൽ വെളിപ്പെടാൻ പോകും. Before a greater glory comes, church, we'll have to go through many problems. അധികം തേജസ് വരുന്നതിന് മുമ്പ് ചില പ്രയാസങ്ങൾ നമ്മൾ കടന്നു പോയേക്കാം. But these problems is nothing for the Lord. എന്നാൽ ഈ പ്രസംഗം ദൈവത്തെ സംബന്ധിച്ച് ഒന്നുമല്ല. As Nebu said, if God is with you, why should you worry about the decision you take? നെബു ബ്രദർ പറഞ്ഞതുപോലെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് പ്രശ്നം? When you have the assurance God is there, don't worry about your problem. ദൈവം നിങ്ങളോട് ഉറപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് വിചാരപ്പെടണം? The love, that's the first thing about that love which God wants to tell you about. ഹല്ലേലൂയ. അതാണ് സ്നേഹത്തെ പറ്റി ഒന്നാമത് The second thing about that love is he's saying, I love in the truth. രണ്ടാമത് പറയുന്നു, ഞാൻ നിന്നെ സത്യത്തിൽ What സ്നേഹിക്കുന്നു. does it mean to love in the truth? സത്യത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? Number one, oh, I love Brother George Samuel, I love Brother George Thomas, I love Brother Cherian, I love everybody for certain reasons. ഞാൻ ഇന്നാരെല്ലാം ഒരു പ്രത്യേക കാരണം കൊണ്ട് സ്നേഹിക്കുന്നു. If they don't agree with my ideas, I fight with them. അവരെന്റെ ആശയങ്ങളോട് യോജിച്ചില്ലെങ്കിൽ എനിക്ക് അവരോട് യോജിക്കാൻ They പറ്റില്ല. cannot differ with me. അവരെന്നോട് അല്ലല്ല എനിക്ക് ആശയവിരുദ്ധമായി എനിക്ക് If Brother George Samuel reads the Bible and understands different thing, I have to fight with him. ജോർജ് സാമുവൽ ബൈബിൾ വേറെ രീതി മനസ്സിലാക്കി എനിക്ക് അയാളുമായി ചേരാൻ പറ്റില്ല. Or if Brother George Thomas has a different way of doing things, I can't agree with him. ബ്രദർ ജോർജ് തോമസ് വേറെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ That is not loving in truth. അതല്ല സത്യത്തിൽ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ. Our love for each other is based on the word of God, which is the truth, and the Spirit which has written the word of God. പരിശുദ്ധ ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്നേഹം സത്യത്തിൽ അടിസ്ഥാനമാണ്, സ്നേഹത്തിൽ അടിസ്ഥാനമാണ്. All throughout history, ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ my God's heart has been broken again and again. വീണ്ടും വീണ്ടും എന്റെ ദൈവത്തിന്റെ ഹൃദയം തകർന്നിട്ടുണ്ട്. Because some fool suddenly gets some bright idea. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രത്യേക ആശയം കൊണ്ടുവരും. He'll take one part of the Bible ദൈവവചനത്തിന്റെ ഒരു ഭാഗം എടുക്കും. and he starts creating issues. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ And തുടങ്ങും. Satan begins to have his old way. പിശാചിന്റെ പഴയ തന്ത്രങ്ങൾ അവിടെ ഉപയോഗിക്കും. 1/3 of the church begins to move out. ഹല്ലേലൂയ. സഭയുടെ 3/1 My heavenly Father's heart is broken again and again. വീണ്ടും വീണ്ടും എന്റെ സ്വർഗ്ഗീയ പിതാവിന്റെ ഹൃദയം തകരും. Why can't people let go and let God? ഹല്ലേലൂയ. എന്തുകൊണ്ട് ജനം വിട്ടുകൊടുക്കുന്നില്ല? My brother, I love you. എന്റെ സഹോദരൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. In the truth. സത്യത്തിൽ സ്നേഹിക്കുന്നു. You don't have to agree with people who are against the word of God. ദൈവത്തെ എതിർക്കുന്നവരോട് നിങ്ങൾ യോജിക്കണമെന്നില്ല. But can't people have differences of opinion? Are we not different individuals? നമ്മൾ വ്യത്യസ്തരായ വ്യക്തികളല്ലേ? നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ പാടില്ലേ? And sadly, when I came to the United States of America, I saw even here this great Christian nation. Some people can't agree with some people. Some people, they teach in their big mega churches, they fight against some people. So and so fights against so and so. They come on the YouTube fighting and screaming and jumping at other people. I said, let people and let God. ഞാൻ ഈ അമേരിക്കയിൽ വന്നപ്പോൾ എനിക്ക് നിർഭാഗ്യകരമായി തോന്നിയ ചില കാര്യം ഇതാണ്. ഈ വലിയ മനോത്തായിട്ടുള്ള ക്രിസ്തീയ രാജ്യത്തിൽ അനേക ദൈവത്തിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്ന അവർക്ക് തമ്മിൽ ആശയപ്പൊരുത്തമില്ല. പരസ്പരം അവർ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം കടിച്ചു കയറാൻ ശ്രമിക്കും. Church, do you know that everybody has different ways of ministering? സഭയെ നിങ്ങൾ ദയവായിട്ട് ഇത് അറിയാമോ? എല്ലാവർക്കും അവരുടെ വ്യത്യസ്തമായ Some people are good teachers. ചിലർ നല്ല അധ്യാപകരാണ്. Some people are good ഉപദേഷ്ടാക്കന്മാർ. അല്ല, ചിലർ നല്ല Some people are very good evangelists. ചിലർ വളരെ നല്ല സുവിശേഷകരാണ്. Some people are apostles. ചിലർ അപ്പോസ്തലന്മാരാണ്. Did you know that different people have different ministries and different ways of ministering? നിങ്ങൾക്കറിയാമോ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷയും അവരുടെ ശുശ്രൂഷയിൽ വ്യത്യസ്തമുണ്ടെന്ന് അറിയാമോ? Why can't we agree? Why can't we say, yes, thank you, brother, that is the way you want to minister? As long as you are in humility and holiness, that's okay with me. Brother, that is the way you want to do it, that's okay. Brother, this is the way you do it, make sure you are standing. But as for me, I'll continue to pray for all my brothers and sisters who are truly Christians. ഹല്ലേലൂയ. സഹോദര, ഇങ്ങനെയാണോ നിന്റെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? താഴ്മയിലും വിനയത്തിലും നീ നിന്റെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നു, കുഴപ്പമില്ല, ഞാൻ നിന്നോട് കൂടെ നിൽക്കാം. മറ്റൊരു വ്യക്തിയും തൻ്റെതായിട്ടുള്ള രീതിയിൽ ശുശ്രൂഷ ചെയ്യട്ടെ. അസ്ലോങ് ആ വ്യക്തി വിശുദ്ധിയിലും സത്യത്തിലും നിൽക്കുന്നിടത്തോളം നമുക്ക് അവരോട് യോജിക്കാൻ പറ്റും. Do you know that the whole church, let's say for example, there is only one church in Philadelphia. Did you know that? നിങ്ങൾക്കറിയാമോ, ഫിലഡൽഫിയ ദൈവത്തിന്റെ ഒരു സഭയേ ഉള്ളൂ. We are different families meeting here and there. നമ്മൾ ഒരു കുടുംബത്തിന്റെ വിവിധ കുടുംബങ്ങൾ പല സ്ഥലങ്ങളിൽ ചേരുന്നു മാത്രം. Now supposing, let us imagine, we all start saying, we are all the PRCites, and we can't agree with some other churchites. We call them, they don't agree with us, they don't agree with power, they are only into teaching. There are a lot of people there, we don't agree with that, we are like this. This is all hating people. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരാളുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. അവരുടെ ദർശനം വേറെയാണ്, മറ്റൊരാളുടെ ദർശനം വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ദൈവത്തിന്റെ ഇഷ്ടം. ഇതെല്ലാം പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. I request you, I charge you with the love and the authority God has given me. Let us not hate people.
We don't have to get involved, but let no corrupt communication come from our mouth regarding any servant of God, any anointed church, any member of any church. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഒരു ദൈവദാസനെതിരെയോ ദൈവജനത്തിനെതിരെയോ നമ്മുടെ വായിൽ നിന്നും ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനമോ ഒരു കമന്റോ കടന്നു വരാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. I tell you again, our Heavenly Father's heart has been broken in the last 2000 years so many times. ഞാൻ നിങ്ങളുടെ സത്യം പറയട്ടെ, കഴിഞ്ഞ 2000 വർഷമായി സ്വർഗീയ പിതാവിന്റെ ഹൃദയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തകർന്നുകൊണ്ട്. Can we put a stop to that? നമുക്കതിനെ നിർത്താൻ പറ്റുമോ? If somebody doesn't agree with me, there are many people in Philadelphia who don't agree with me. I say I have no problem with them. എന്നോട് യോജിക്കാൻ കഴിയാത്ത അനേകർ ഫിലഡൽഫിയയിലുണ്ട്. എനിക്കൊരു വിഷയമേ അല്ല. I don't bother them. ഞാൻ അവരെ I ശല്യപ്പെടുത്തില്ല. mind my business. ഞാൻ എൻ്റെ കാര്യം നോക്കും. I preach the word, teach the word, and I go by what the Lord tells me. Praise the Lord. ഞാൻ ദൈവം പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം പറയും, പ്രസംഗിക്കും. ദൈവം But I want പറയുന്ന to tell you something. ഞാൻ പറയട്ടെ, I have no hurt or offense against anybody for anything. I keep on saying, Lord, cleanse me. I want to be free from any kind of an injury or hurt. Let go and let God. പ്രിയപ്പെട്ട, ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു വ്യക്തിയോടും എനിക്ക് കയ്പോ ഈർഷ്യോ ഉള്ളിന്റെ ഉള്ളിലില്ല. ഞാൻ അതെല്ലാം വിട്ടുകളയുക. How many people would say that's my testimony too? എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ സാക്ഷ്യം അതാണ് പാസ്റ്റർ? That is our vision. അതാണ് നമ്മുടെ ദർശനം. We want to see the body of Christ growing. We want to see growth. Hallelujah. Not only for us. We want to see the Praise children the of God, servants of God, never humiliated. ആമേൻ. നമ്മൾ മാത്രമല്ല, ദൈവത്തിന്റെ സഭ വളരണം. ദൈവദാസന്മാർ, ദൈവത്തിന്റെ സഭ, അവരൊരിക്കലും ഹല്ലേലൂയ സ്തോത്രം അപമാനിക്കപ്പെടാൻ പാടില്ല. Verse, the next thing we see, അടുത്ത കാര്യം നമ്മൾ കാണുന്നത്, again says, beloved, I wish. പ്രിയനെ ഞാൻ ആഗ്രഹിക്കുകയാണ്. That word wish, the first word was love. The second word is wish. ഒന്നാമത്തെ വാക്ക് സ്നേഹം, രണ്ടാമത്തേത് ആഗ്രഹം. Remember, these are the manifestations of the character of an apostle, holy apostle, powerfully anointed apostle of God. അഭിഷേകമുള്ള വിശുദ്ധനായ അപ്പോസ്തലന്റെ ഹല്ലേലൂയ സ്തോത്രം ആ അഭിഷേകത്തിന്റെ പ്രകടനമാണ് നമ്മൾ The കാണുന്നത്. Malayalam translation is I pray. In English it is I wish. ഹല്ലേലൂയ. മലയാളം ട്രാൻസ്ലേഷൻ പ്രാർത്ഥിക്കുന്നു, ഇംഗ്ലീഷിൽ ഞാൻ ആഗ്രഹിക്കുന്നു. Look, this man first loves Gaius, then he desires something good will come to Gaius, not to himself. ഒന്നാമത് അപ്പോസ്തലനായ യോഹന്നാൻ ഗായസിനെ സ്നേഹിക്കുന്നു, അതിനുശേഷം ഈ ഗായസിന് ചില നന്മ ഉണ്ടാകുന്ന അദ്ദേഹം ആഗ്രഹിക്കുക. Did you see when the minute John starts writing his letter, he doesn't write a newsletter telling about all his problems. Have you seen a lot of things happening like that? ഹല്ലേലൂയ. I write a newsletter, I have all the problems about my mission field and what is happening there and the problems. This man is not writing like that. Did you see that? നോക്കണമേ, അപ്പോസ്തലനായ യോഹന്നാൻ ഗായോസിന്റെ എഴുത്തെഴുതുമ്പോൾ താനായിരിക്കുന്ന മിഷൻ ഫീൽഡ് അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുമല്ല അദ്ദേഹം എഴുതുന്നത്. He's writing about Gaius, I hope you are doing well. ഹല്ലേലൂയ. അദ്ദേഹം എഴുതുകയാണ്, ഗായോസെ നിശ്ചയമായിരിക്കുന്നു വിശ്വസിക്കുന്നു. Let me tell you something. We have to stop. It's 12:30. I know you have to Hallelujah. go. Let me tell you this. Whenever we talk to somebody else, your brother and sister, പ്രിയപ്പെട്ടവരെ, എപ്പോൾ നമ്മുടെ സഹോദരി സഹോദരനോട് when സംസാരിച്ചു, was the last time you asked somebody, how are you? എന്നാ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിച്ചത് എന്നാ? Are you okay? നീ സുഖമായിരിക്കുന്നോ? Are you keeping good health? നിനക്ക് അതിന്റെ ആരോഗ്യം സൗഖ്യമായിരിക്കുന്നു? That is the right spirit in the New Testament. പുതിയ നിയമത്തിൽ അതാണ് ശരിയായ ആത്മാവ്. Brother, how is your ministry, brother? Are you growing in the Lord, brother? Are you being more anointed, brother? Hallelujah. Is the Lord releasing you, brother? the That Lord. is the right attitude in the kingdom of God. സഹോദര, നിന്റെ ശുശ്രൂഷ എങ്ങനെ ഇരിക്കുന്നു? നീ കർത്താവിൽ വളരുന്നുണ്ടോ? The kingdom of the world, ഈ ലോകത്തിന്റെ രാജ്യം. I will use brother George Samuel to grow. ഞാൻ ഈ സഹോദരനെ എന്റെ വളർച്ചയ്ക്കായി I will use ഉപയോഗിച്ചു. Benson to grow. ബെൻസനെ ഉപയോഗിച്ച് ഞാൻ I will വളരും. use Pastor Philip Heflinson. I can grow. ഫിലിപ്പിനെ ഉപയോഗിച്ച് എനിക്ക് And I am വളരാം. the only person who shall grow. Everybody else shall be my footsteps to grow. ഓ, ഞാൻ മാത്രം വളരണം, മറ്റുള്ളവരെല്ലാം എന്റെ കാൽ കീഴിലായിരിക്കണം. That is not the culture of the kingdom. അതല്ല ദൈവരാജ്യ My സംസ്കാരം. brother, I pray that you will grow. My sister, I pray that you will grow. എന്റെ സഹോദര, നീ വളരണം ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരി, നീ വളരണം ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. The other day I remember I said, Lord, in front of you, I said, release the people wholeheartedly. I said, I pray everyone will be able to do greater things than what God is doing through me right now. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ, അവരെ റിലീസ് ചെയ്യണമേ, വലിയ കാര്യങ്ങൾ അവരോട് ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയംഗമായി ദൈവത്തോട് Let പ്രാർത്ഥിക്കുന്നു. me tell you something. Don't get offended. ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. When was the last time you called your pastor and asked him, Pastor, how are you? ഹല്ലേലൂയ. എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ച, പാസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. Pastor, are you alive? Have you ever asked him? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? He's there. He's always there. നിങ്ങൾക്ക് അറിയാം അദ്ദേഹം അവിടെ ഉണ്ട്. Ask some of the anointed people, have you ever called them up and find out, how are you, brother? How are you, sister? Are you doing well? Some of you have. But I'm telling you, the essential culture, our essential Adamic culture is, how can I get prayer, more prayer? How can somebody pray for me? How can I become something? You think the pastor is not a human being? ഹല്ലേലൂയ.
or any of our brothers and sisters are not human beings? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? നമുക്കെല്ലാം ഇത് ആവശ്യമില്ലേ? Church, the culture has to change. ഓ ദൈവസഭയെ നമ്മുടെ സംസ്കാരം മാറണം. Pastor, how are you? My brother, how are you? Call up somebody and say, don't start, did you know that? We don't want that tongues in the church. പാസ്റ്റർ സഹോദര, നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു? ഓരോരുത്തരോടും There is an anointing from hell. ഹല്ലേലൂയ. നരകത്തിന്റെ ഒരു അഭിഷേകമുണ്ട്. It starts from a gossipy person. അത് ഹല്ലേലൂയ സ്തോത്രം പരദൂഷണം പറയുന്നവർ കൂടെ It വ്യാപരിക്കും. goes to one person. ഒരു വ്യക്തിയിലേക്ക് പോകും. That gossipy spirit has a way of making you take the phone and telling it to somebody else. ഹല്ലേലൂയ. ആ പരദൂഷണത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഫോൺ എടുപ്പിച്ച് മറ്റൊരാളെ പറ്റി പറയും. Then the third person takes a phone. മൂന്നാമത്തെ ആൾ ഫോൺ എടുക്കും. I'm saying in Malayalam. ഹല്ലേലൂയ. ഭയങ്കര വിഷയം. പിന്നെ പറയാം. Hallelujah. Did you hear it? It was a serious problem. I reject and rebuke and cancel the spirit of gossip in this church. ഈ സഭയിൽ പരദൂഷണത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ So far ശാസിക്കുന്നു. we have been free from that. ഇന്നോളം നമ്മുടെ ദൈവം I സ്വാതന്ത്ര്യം tell തന്നു. you, when you take the phone, നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ, my brother, how are you? എന്റെ സഹോദരാ നീ എങ്ങനെയായിരിക്കുന്നു? Can I say a word of prayer for you? എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ The പറ്റുമോ? Lord led me to pray for you. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ I know you are going through some problem. എനിക്കറിയാം നീ പ്രശ്നം. When I was praying for you, the Lord showed me that you are in tears. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ കണ്ണുനീരിലായിരിക്കുന്നു. Then I'm going to pray for you right now. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ And when പോകുകയാണ്. you do that, I tell you there will be a tremendous release. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിടുതൽ ഉണ്ടാവും. You know, the Lord, I want to tell you something before the Lord told me, raise up people for intercessors. ദൈവനോട് Raise up intercessors. ദൈവം പറഞ്ഞു പ്രാർത്ഥന പടയാളികൾ എഴുന്നേൽപ്പിക്കും. You know what is the first quality of an intercessor? എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരുടെ Somebody who is willing. She knows. Ask her. Somebody who you can speak out. ഹല്ലേലൂയ. What's the first quality of an intercessor? That is an absolutely okay. Never open your mouth about something which people may be telling you. That is a golden rule. The second thing I tell you is so concerned about the other person. മറ്റൊരു വ്യക്തിയുടെ പറ്റി Stand in ഉത്തരവാദിത്വം the gap. Praise the Lord. അവർക്ക് ഇടയിൽ നിൽക്കുക. Stand in the gap. I don't know if I'm going to get a reward when people suddenly get liberated. I prayed, I prayed. Those things won't carry in the kingdom. It is not that we pray. Amen. Somebody made you to pray for your brother and sister. ഹല്ലേലൂയ. ആളുകൾ വിടുവിക്കപ്പെടുമ്പോൾ എന്റെ പ്രാർത്ഥന കേട്ടുന്നത് എനിക്ക് ഞെളിയാനല്ല, മറ്റൊരാളുടെ ഭാരത യഥാർത്ഥമായി ഏറ്റെടുക്കുന്നതാണ് I have ഇന്റർസെഷൻ. been surprised. എനിക്ക് സർപ്രൈസ് തോന്നി. I have heard people saying, Brother George, you got a job. I prayed for you. Give me 10% or 12%. This is not against tithe. We do teach tithe. I'm not speaking against tithe. Just 12% of your salary. Praise the Lord. I prayed for you, man. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹോദരാ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് അതിന്റെ ശമ്പളത്തിന്റെ 12% What kind of a gospel is this here? ഇതെന്തൊരു സുവിശേഷമാണ്? These things are happening ഇതൊക്കെ നടക്കുന്ന because കാര്യമാണ്. people are interested in building their own kingdom. കാരണം ആളുകൾ അവരുടെ രാജ്യം പണിയുക. My brother, sister, many of you who are intercessors, there are sisters, you are as powerful intercessors. I know that. എനിക്കറിയാം When we നിങ്ങൾ pray for somebody, we are moved by the Spirit and say, pray for that brother, pray for that sister. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രേരിതരായി And I tell you, our reward will never stop coming. We may get it in heaven, praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗ്ഗത്തിൽ അതിന്റെ പ്രതിഫലം കിട്ടും. Church, the Lord is moving you to tell you these days, I want you to stand up and start praying for your church. ആമേൻ. പ്രിയ ദൈവജനമേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് സഭയ്ക്ക് വേണ്ടി ഇടപെടൽ നിൽക്കണം. The Lord has told me that I need, many of you are praying strong, but I need a lot of intercession. I'm requesting your prayer. I need prayer. ഹല്ലേലൂയ. Never before. And it is Thank you you, Jesus. that I want you to pray for me. ഹല്ലേലൂയ. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കാം. Okay, next time you give me a call, say, Pastor, how are you? Did you eat your food? അടുത്ത തവണ ഫോൺ വിളിക്കുമ്പോൾ പാസ്റ്ററെ ഭക്ഷണം കഴിച്ചോ ചോദിക്കണം. Please ask him. There is a blessing in that also. അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു അനുഗ്രഹമുണ്ട്. Please, Pastor, are you alive? When I take the phone, hello, Pastor, is that you? Are you alive? Are you breathing normally? Are you okay? Okay, can I tell my problems now? I tell you, church, do that. ഹല്ലേലൂയ. പാസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു? പാസ്റ്റർ സുഖമായിരിക്കുന്നു? പാസ്റ്ററുടെ വിശേഷം ചോദിച്ചിട്ട് പിന്നെ നിങ്ങളുടെ പ്രശ്നം Not പറയും. only the Reverend Father here, റവറൻഡ് ഫാദറിനോട് but മാത്രമല്ല, whenever you call all your brothers and sisters, നിങ്ങളുടെ സഹോദരൻ ആരെ വിളിച്ചാലും ask about them first. അവരെ പറ്റി ആദ്യം ചോദിക്കുക. My sister, how are you? എന്റെ സഹോദരൻ നീ എങ്ങനെ How ഇരിക്കുന്നു? are your children? എന്റെ കുഞ്ഞുങ്ങൾ My എങ്ങനെ ഇരിക്കുന്നു? brother, how are you? എന്റെ സഹോദരൻ നീ എങ്ങനെ ഇരിക്കുന്നു? Can I pray for you? എനിക്ക് നിനക്കായി പ്രാർത്ഥിക്കാൻ I പറ്റുമോ? tell you, when we begin to have that culture, a great weight gets lifted up from us. ആ സംസ്കാരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറിപ്പോകും. You know what Adam says? ആദം എന്താ പറഞ്ഞേ? Give me. My name is Jimmy. എന്റെ പേര് ജിമ്മി എന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുക. Selfish, that is selfishness at its extreme. ഓ, ഏറ്റവും സ്വാർത്ഥതയുടെ പൂർണ്ണതയാണ്. For God so loved the world that he gave his only begotten son. ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ മകനെ നമുക്ക് This തന്നു. week, let us find out somebody we can give that love. നമുക്ക് ആ സ്നേഹം പകരാൻ ആരെയും നിങ്ങൾ കണ്ടുപിടിക്കുക. This morning, many of you testified wonderfully. Can you stand up in the presence of God? Hallelujah. Many of you testified so powerfully. നിങ്ങൾ ശക്തമായി ഇന്ന് പകൽക്കാലം സാക്ഷീകരിച്ചു.
It was so powerful. അത് ശക്തമായി. And many of you have known His love and His deliverance. നിങ്ങളിൽ പലരും അവന്റെ സ്നേഹവും വിടുതലും അനുഭവിച്ചതാണ്. People, let us go and give that to somebody else. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കാം. Our God is a giving God. നമ്മുടെ ദൈവം തരുന്ന ദൈവം. And the greatest character we could probably have is the character of giving. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്വഭാവം മറ്റുള്ളവർക്ക് കൊടുക്കുക. Somebody wants a touch of love from you. നിങ്ങളിൽ കൂടെ ചിലർക്ക് സ്നേഹത്തിന്റെ സ്പർശനം ആവശ്യമാണ്. Somebody wants a hand of comfort from you. നിങ്ങളിൽ കൂടെ ഒരു ആശ്വാസത്തിന്റെ കരം ചിലർ പ്രതീക്ഷിക്കുന്നു. Somebody wants you to pray. നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. There are people all around Philadelphia who are crying. ഫിലഡൽഫിയയിൽ കരയുന്നവരുണ്ട്. God wants you to lift up the phone and call them and say, remember, God loves you. നിങ്ങൾ അവർക്ക് വേണ്ടി ഫോൺ എടുത്തിട്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അവരോട് പറയണം. One last thing. അവസാനമായി ഒരു കാര്യം. How many of you are really wanting a greater level of anointing in your life? എത്ര പേർക്ക് ഇപ്പോഴുള്ളതിലേക്ക് ഒരു പുതിയ അഭിഷേകത്തിന്റെ തലം ആവശ്യമുണ്ട്? If you are really sure about it, നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടെങ്കിൽ start giving. നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുക. When you give what you have, God will give you more. നിങ്ങൾക്കുള്ളത് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അധികം തരും. God gives me opportunities to do that. അങ്ങനെ ചെയ്യാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരും. Grace and anointing increases when you give selflessly. ഹല്ലേലൂയ. സ്വാർത്ഥത കൂടാതെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളിലുള്ള അഭിഷേകവും ദൈവകൃപയും വർദ്ധിക്കും. Thank you people for cooperation. ദൈവജനമേ നിങ്ങളുടെ സഹകരണത്തിനായി നന്ദി. And the time that you have spent in the presence of God. ദൈവസന്നിധിയിൽ നിങ്ങൾ ചിലവഴിച്ച സമയത്തിനായി സ്തോത്രം. Let's pray right now. പ്രാർത്ഥിക്കാം. As we pray, നാം പ്രാർത്ഥിക്കുമ്പോൾ please tell the Lord, കർത്താവിന്റെ ദയവായി ഇങ്ങനെ Lord, പറയൂ. help me to love in truth. കർത്താവേ സത്യത്തെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം. I want to get rid of my agendas. എന്റെ വ്യക്തി താല്പര്യങ്ങളിൽ എന്നെ രക്ഷിക്കണം. Please release me from a self-centered life. സ്വാർത്ഥ മനസ്സിൽ നിന്നും എന്നെ ദയവായി രക്ഷിക്കണം. I have been called to serve you. ഞാൻ അങ്ങേ സേവിക്കുവാൻ To വിളിക്കപ്പെടുന്നു. serve the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തെ From today, I am desiring to be praying for somebody. ഇന്ന് മുതൽ ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. There are people going through the same kind of problem which I may be going through. ഞാൻ പോകുന്ന പ്രശ്നത്തിൽ കൂടെ തന്നെ പോകുന്ന I want മറ്റുള്ളവർ to pray for such people. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം. Lord, if I have 5 minutes to pray, my priority will be praying for some saint or some man of God which I know, who I know. എനിക്ക് 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ലഭിച്ചാൽ ഒരു ദൈവദാസനോ ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. Then I will start praying for myself. അതിന്റെ ശേഷം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Church, before we leave, സഭയെ നാം പോകുന്നതിന് right മുമ്പ് now, ഇപ്പോൾ I want all of you to gently, kindly remember, this is a request. Every man of God who has ever blessed you, at least in one way, I want you to quickly remember them and thank the Lord for them if they are alive. If they're not, thank the Lord for their children, for their family, but thank the Lord for these men who have influenced you in some good way. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ദാസന്മാരെയും അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും. Quietly. സാവധാനം. Just say, Lord, thank you for that man, that woman who prayed for me, that anointing that came upon my life. Just thank the Lord for that pastor who baptized you. Thank the Lord for the church where you went to in the initial days of your Christian life. Let our heart be full of thanksgiving. നമ്മുടെ ഹൃദയം പൂർണ്ണമായി നന്ദിയാൽ നിറയട്ടെ. നമ്മളെ സ്നാനപ്പെടുത്തിയ ദൈവദാസന് വേണ്ടി, നമുക്ക് വചനങ്ങൾ തന്നവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി, നമുക്ക് അവർക്ക് വേണ്ടി ഇടപെടൽ. And then turn around and ask, Lord, is there something I can do for them right now? വീണ്ടും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, അവരെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? Lord, out of me should flow rivers of living water. ജീവിതത്തിൽ നദികൾ ഒഴുകുമല്ലോ. Here, Lord, I am opening up my heart. കർത്താവിന്റെ ഹൃദയം ഞാൻ തുറക്കുകയാണ്. Hallelujah. Just keep praying, church. പ്രാർത്ഥിക്കാൻ തുടങ്ങുക ദൈവജനമേ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Lord, use us. Hallelujah.
Let your word flow through us. Let your power flow through us. Lord, forgive us our selfish lives. Forgive our self-centeredness, Lord. Forgive my self-centeredness, Lord. കർത്താവേ, എന്റെ സ്വാർത്ഥ പദ്ധതിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. I want to repent first of all. ആദ്യമായി ഞാൻ അനുദപിക്കുകയാണ്. Help me to live Christ-centered more. ക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവാക്കി ജീവിക്കാൻ And എന്നെ help us to സഹായിക്കണമേ. love you more than anything else. അങ്ങയെ ഏറ്റവും അധികമായി സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ. More than our own selves. എന്നെക്കാൾ അധികമായി അങ്ങയെ എനിക്ക് സ്നേഹിക്കണം. Lead me to the rock that is higher than I. എനിക്ക് ഉന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. Thank you, Lord. Hallelujah. Hallelujah. Make a commitment. Hallelujah. Hallelujah. Use us, Lord, as a church. കർത്താവിന്റെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കും. Father, your purchased possession at a mighty cost, wholly dedicated, disciplined love. Father, may that love with which we were bought through the blood so be a part of our lives, that we know beyond a shadow of a doubt that God, Christ is in us and is for a purpose. And Father, even as we are thusly, we are a new creation in Christ, one that never existed. In that one, Father, there is no Adamic nature. There is a purity of the Spirit of the living God. May this manifestation begin to come forth more and more, that there is unlimited blessing, but unlimited service and unlimited harvest in Jesus. So may it be, Father, even as He is the high priest of our confession, may it be we have a mighty harvest as we realize we've been bought with a price. And that price has also given us freedom in you, in Jesus' name. Amen and amen.